ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു എസ്കേപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇൻ ടു ദി ഹിൽസ്, ക്വീൻ ഓഫ് പാലക്കാട് ടു ബ്യൂട്ടിഫുൾ നെല്ലിയാമ്പതി. ഇതൊരു റോഡ് ട്രിപ്പാണ്. ജസ്റ്റ് ദി ടു ഓഫ് us, മീ ആൻഡ് മൈ ഹസ്ബൻഡ് അരുണേട്ടൻ. നിങ്ങൾക്ക് കാടും ചുരവും ചെറിയ ഗ്രാമവും പിന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ്സും കാപ്പിത്തോട്ടവും വൈൽഡ് ലൈഫും ലോട്ട്സ് ഓഫ് ഫ്രഷ് എയർ മൂന്നാർ ലൈക്ക് വൈബ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ദിസ് വൺ ഇസ് ഫോർ യു. നമ്മൾ പട്ടാമ്പിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത്. നോട്ട് ടു ഏർലി, ജസ്റ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ പോയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെർപ്പളശ്ശേരിയിൽ നിന്ന് നമ്മൾ പാലക്കാടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നെന്മാറ, എന്നിട്ട് പിന്നെ നെല്ലിയാമ്പതി. ഇതാണ് കേട്ടോ നമ്മുടെ റൂട്ട് പ്ലാൻ. ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നെന്മാറ ടു നെല്ലിയാമ്പതി റോഡ്. ഇപ്പൊ തന്നെ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ കാണാൻ തുടങ്ങി. ആ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ വെസ്റ്റേൺ ഗട്ട്സ്. ഒരു സൈൻ ബോർഡ്. ഈ സൈഡ് ബോർഡിൽ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിലേക്ക് 1/2 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ നെല്ലിയാമ്പതി ടൗണിലേക്ക് 22 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ നെന്മാറൊക്കെ ക്രോസ് ചെയ്ത് ഒഫീഷ്യലി നമ്മൾ നെല്ലിയാമ്പതിയിലോട്ട് എൻ്റർ ചെയ്തു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പോത്തുണ്ടി ഗാർഡൻ. ഇവിടെ ഈ കുട്ടികളുള്ള ഫാമിലീസ് ഒക്കെ അധികം സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വഞ്ചർ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് അടുത്താണ് കേട്ടോ. ഇതാണ് ഫോറസ്റ്റിൻ്റെ എൻട്രി പോയിന്റ് ആയിട്ടുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഓഫീസിൽ പോയാൽ നമ്മളെ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് നമുക്ക് അവരൊരു സ്ലിപ്പ് തരും. ഈ സ്ലിപ്പ് നമ്മൾ കയ്യിൽ വെക്കണേ. ഇത് അവർക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കണം. അതുപോലെ ഈ ചെക്ക് പോസ്റ്റ് വൈകുന്നേരം 5 മണിയാകുമ്പോൾ അടക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങണം. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറി. അതുപോലെ ചുരൻ റോഡ്സും ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ഹെയർ പിൻ ബെൻസ് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള പോത്തുണ്ടി ഡാം വ്യൂ പോയിന്റ് എത്തും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ പോത്തുണ്ടി ഡാം വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. പിന്നെ ഈ ചുറ്റുള്ള വെള്ളവും കാടും മലയും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഡാം കേരളത്തിൻ്റെ തന്നെ ഒരു പഴയ 1800s, അതായത് ബ്രിട്ടീഷ് ടൈമിൽ ഉണ്ടാക്കിയ ഒരു ഇറിഗേഷൻ ഡാമാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ അല്ലേ? അതുപോലെ ഇവിടെ അത്ര ക്രൗഡൊന്നും ഉണ്ടായില്ല, നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മളിവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ ട്രിപ്പ് റെസ്യൂം ചെയ്തു. അങ്ങനെ വീണ്ടും നമ്മൾ ചുരൻ റോഡ്സ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരുന്നു. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഹെയർ പിൻ ബെൻസാണ്. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ റോഡിൻ്റെ വീതിയൊക്കെ ഭയങ്കര കുറവാണ്. അതുപോലെ ഈ ഓരോ ഹെയർ പിൻ ബെൻസ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഡെൻസ്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നല്ല രസമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു മൺസൂൺ സീസണും കൂടെ അല്ലേ. മഴ തുടങ്ങിയിട്ട് ആകെ കുറച്ച് ടൈമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ നല്ലോണം, അതായത് നല്ല പച്ചപ്പാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിയിലൂടെയൊക്കെ. അങ്ങനെ ഈ ചുറ്റുള്ള കാടിൻ്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ട് വി കെപ്റ്റ് മൂവിങ് ഫോർവേഡ് ടു നെക്സ്റ്റ് വ്യൂ പോയിന്റ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ 2ാമത്തെ വ്യൂ പോയിന്റ്. ഇവിടെ ലുക്ക് ഔട്ട് ഡെക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് മിസ്സാവാൻ ചാൻസേ ഇല്ല. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഈ ഹിൽസിന്റെയും വാലീസിന്റെ ഒക്കെ ഒരു പാനറോമിക് വ്യൂ കാണാൻ പറ്റും. ഈ പോയിന്റിൽ അത്യാവശ്യം കുറെ വണ്ടികളൊക്കെ സൈഡാക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇവിടെ കുരങ്ങന്മാരും കുറേ ഉണ്ട്. ഇവിടെ അവർക്കൊന്നും നമ്മളെ പേടി പോലും ഇല്ല. സോ ബി കെയർഫുൾ വിത്ത് യുവർ ബിലോങ്ങിങ്സ്. പിന്നെ അവർക്ക് പേടിയില്ല എന്ന് വെച്ച് ഡോണ്ട് ഗോ ടു ഫീഡ് ദം. ഇവിടെയൊക്കെ ഒരുപാട് സൈൻ ബോർഡ്സ് ഉണ്ട് ടു നോട്ട് ടു ഫീഡ് ദം. അങ്ങനെ ആഫ്റ്റർ ഫ്യൂ മോർ പിക്ചേഴ്സും പിന്നെ വീഡിയോസും ഒക്കെ എടുത്തിട്ട് വി ഹെഡഡ് ടു അവർ നെക്സ്റ്റ് വ്യൂ പോയിന്റ്. ഇത് ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അതുപോലെ ഒരു ചെറിയ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ 3rd വ്യൂ പോയിന്റ്. ഇവിടെ ഒരു ലുക്ക് ഔട്ട് ഡെക്കൊക്കെ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ അമ്പലം. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. ഈ ഏരിയ ഈസ് എ പാർട്ട് ഓഫ് ഓൾഡ് എലിഫന്റ് കോറിഡോർ. ഈ ആനൊക്കെ പോകുന്ന വഴിയില്ലേ, അതൊക്കെ ഇതാണ് പോലും.
ഞാൻ ചെറുതായി ഒന്ന് ഉള്ളിലേക്ക് കയറിപ്പോയി, ബട്ട് പേടിച്ചിട്ട് തിരിച്ചു വന്നു. അതാണ് ആ ചിരി. ദേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അയ്യപ്പന്റെ അമ്പലം. ഇത് ചെറിയൊരു അമ്പലമാണേ, കാണാനും നല്ല ഭംഗിയാ, അടച്ചിട്ടേക്ക. പിന്നെ ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റ് അല്ലേ, പാർട്ട് ഓഫ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആനയുണ്ട്. അതല്ലാതെ ഇവിടെ മാനും ഗൗറും ലെപ്പേർഡും സിംഹവാല കുരങ്ങനും ആൻഡ് നമ്മുടെ കേരളത്തിന്റെ ഗ്രേറ്റ് ഹോൺബിൽ ബേർഡില്ലേ, അതിനൊക്കെ ഇവിടെ കാണാൻ പറ്റും പോലും. എന്തൊക്കെ പറഞ്ഞാലും ഭാഗ്യം കൂടുതൽ കാരണം നമുക്ക് ഒരൊറ്റ സൈറ്റിങ്സ് പോലും കിട്ടിയിട്ടില്ല. മേ ബി സം അതർ ടൈം അല്ലേ. ഇത് ആ റോഡ് കണ്ടില്ലേ, ഇത് നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹൗ ഡെൻസ് ഈസ് ദി ഫോറസ്റ്റ് എന്ന്. അതുപോലെ തന്നെ നമുക്ക് കാണാനും പറ്റും നമ്മൾ എത്ര മേലെത്തിന്ന്. അതായത് നമ്മൾ ഈ നെല്ലിയാമ്പതി ഹിൽസ് കയറി അതിൻ്റെ ഏറ്റവും ടോപ്പ് എലിവേഷൻ എന്ന് പറയുന്നത് 4600 അടി മേലെയാണ് സീ ലെവലിൻ്റെ. അതായത് നമ്മളൊരു സീതാർകുണ്ട് എത്തുമ്പോൾ ചിലപ്പോൾ ഇത്രയും ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് നമ്മൾ താഴെയുള്ള പോലെ അത്ര ചൂടൊന്നുമില്ല, കുറച്ച് തണുപ്പാണ്. അങ്ങനെ നമ്മൾ വ്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ മെയിൻ 2 ടാർഗറ്റ്സ് ആയ സീതാർകുണ്ടും കേശവപാറയിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഇവിടുത്തെ 2 മേജർ അട്രാക്ഷൻ ആണ്. അതുപോലെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ഡൈവേർഷൻ പോയിന്റ് എത്തും. ഇതാണ് കേട്ടോ ഡൈവേർഷൻ പോയിന്റ്. ഇതിനെയാണ് നമ്മൾ കൈക്കാട്ടി ജംഗ്ഷൻ എന്ന് പറയാം. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കേശവപാറയിലോട്ടും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ടും എത്തും. നമ്മളിപ്പോൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. ഇതിപ്പോ കേശവപാറയിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ കേശവപാറ എത്താനാവുമ്പോൾ ഇതുപോലെ വി സ്റ്റാർട്ട് സീയിങ് സ്ട്രെച്ചസ് ഓഫ് ടീ പ്ലാന്റേഷൻ. അതുപോലെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ എത്തും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുഞ്ഞി ടൗണ്. ഇപ്പൊ നിങ്ങൾ കേശവപാറയ്ക്ക് ട്രക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ വരേണ്ടത്. ഇവിടെ നിങ്ങൾ കാണുന്ന എവിടെ വേണമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് സ്പേസ് കാണുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാം. പിന്നെ അവിടെ തന്നെ നമുക്ക് നിയർ ബൈ ഒരു ടീ പ്രൊഡ്യൂസിങ് എസ്റ്റേറ്റും കാണാൻ പറ്റും. ഇതാണ് മണലാരു എസ്റ്റേറ്റ്. ഇത് AVT ഗ്രൂപ്പാണ് കേട്ടോ മാനേജ് ചെയ്യുന്നത്. അവരുടെ ഒരു വലിയ ചായത്തോട്ടം തന്നെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നൊക്കെ അവരുടെ ചായത്തോട്ടമാണ് കേട്ടോ. ഇവിടെ വേറെയും പ്രൊമിനന്റ് ആയ ടീ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ദാറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ വേരിയസ് അതർ എസ്റ്റേറ്റ്സ്. അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് കൾട്ടിവേറ്റഡ് ലാൻഡും കൂടെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ തന്നെ ഇവരെ ലോക്കൽസ് ഓർഗനൈസ് ചെയ്യുന്ന ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. അവരുടെ റേറ്റ് 1600 റുപ്പീസ് ആണ്. അവിടേക്ക് നമ്മുടെ കാർ ഒന്നും പോകില്ല, ഹെവി ഓഫ് റോഡിംഗ് ആണ്. സോ ബെസ്റ്റ് ഈസ് ഇവിടുത്തെ ജീപ്പ് തന്നെ ഹയർ ചെയ്യാൻ നോക്കാം. അതുപോലെ അവർ ഇവിടെ വേറെയും കുറച്ച് വ്യൂ പോയിന്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഭ്രമരം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ കൊണ്ടുപോകും. പിന്നെ മീനമ്പാറയും കാരാസൂരി വ്യൂ പോയിന്റ്സ് ഒക്കെ അവർ കാണിച്ചു തരും. അരുണേട്ടൻ ഓൾറെഡി ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഒരാളുടെ ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് 20 രൂപയാണ്. അതുപോലെ നമ്മൾ കുറേ ദൂരത്ത് നിന്ന് വരുന്നതല്ലേ, അപ്പോൾ ടോയ്ലറ്റൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് തന്നെ ടോയ്ലറ്റും ഉണ്ട്. വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുഞ്ഞി ട്രെയിൽ ഉണ്ട്. ഒരുപാട് വലിയ ട്രെയിലൊന്നുമല്ല, സാധാരണ ഒരു വാക്ക് പോലെ. അപ്പോൾ ഈ ട്രെയിലിലൂടെ കുറച്ച് നേരം നടന്നിട്ടാണ് നമ്മൾ വ്യൂ പോയിന്റ് എത്തുള്ളൂ. ഇതാണ് ഗൈസ് ആ കേശവപാറ വ്യൂ പോയിന്റ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 4000 ഫീറ്റ് മേലെ സീ ലെവൽ എത്തിക്കാണു കേട്ടോ. പിന്നെ ആസ് ദ നെയിം സേസ് ഇത് ഫുള്ള് പാറയാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അൺഒബ്സ്ട്രക്റ്റഡ് പാനറോമിക് വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാം. പോത്തുണ്ടി ഡാമും എസ്റ്റേറ്റ്സും പാലക്കാട് പ്ലെയിൻസും അങ്ങനെ എല്ലാം കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ക്ലൗഡ്സ് ഒക്കെ നമ്മുടെ അടുത്ത് കൂടെ പോവാണെന്ന്.
ഇവിടെ എന്തായാലും വരണം കേട്ടോ. ഇത് ഈ വ്യൂ പോയിന്റ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. യു വിൽ സീ ഇറ്റ് ഫോർ യുവർ സെൽഫ്. അങ്ങനെ നമ്മൾ കേശവംപാറ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ ട്രിപ്പ് റെസ്യൂം ചെയ്തു. ഇനി നമ്മൾ നേരെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ തിരിച്ച് വീണ്ടും നേരത്തെ കാണിച്ച കൈക്കാട്ടി ജംഗ്ഷനിൽ പോയിട്ട് പിന്നെ ലെഫ്റ്റിലോട്ടാണ് ഇനി പോകേണ്ടത്. അവിടുന്ന് പിന്നെ നേരെ പോകുമ്പോൾ ആദ്യം നമ്മൾ നെല്ലിയാമ്പതി ടൗണിലെത്തും. ഇതാണ് ടൗണ്. ഇവിടെ പിന്നെ റെസ്റ്റോറൻറ്റ്സും കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജീപ്പ് സഫാരിക്ക് പോകാൻ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്നാലും നമുക്ക് ജീപ്പ് കിട്ടും. ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് കേട്ടോ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക്. പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് മഴ കിട്ടിയേ. നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ച് മഴ കിട്ടിയത്. എന്നാൽ അതങ്ങനെ വലിയ സംഭവം മഴയൊന്നും ആയിരുന്നില്ല, ചെറിയൊരു മഴ. നമ്മൾ പിന്നെ ഈ ചെക്ക് പോസ്റ്റിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വഴി പോയാലും ഈ ഡ്രൈവിന്റെ ഫീൽ ഒരു ഒന്നൊന്നര ഫീലാണ്. മടുക്കുകയില്ല, അത്രക്കും ഭംഗിയാ. ഇവിടുന്ന് തിരിച്ചു പോവാനേ തോന്നൂല. അങ്ങനെ പിന്നെ സീനിക് ഡ്രൈവ് ഒക്കെ ചെയ്ത് നമ്മൾ ആദ്യം പോപ്സ് എസ്റ്റേറ്റിന്റെ എൻട്രി പോയിന്റിൽ എത്തും. ഇതിന്റെ അകത്താണ് സീതാർകുണ്ട് ക്ലിഫ് വ്യൂ പോയിന്റ്. ഇവിടെ ജസ്റ്റ് വണ്ടി നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ ടീയും കോഫി പ്ലാന്റേഷനും ഒക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർക്കിംഗ് ഏരിയ എത്തി. ഫ്രം ഹിയർ ഒന്ന് കുറച്ച് നടന്നാൽ നമ്മളെ വ്യൂ പോയിന്റ് എത്തും. ഇത്ര നേരമായിട്ട് ഇവിടെ വന്നപ്പോ ഇപ്പോഴാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ കാണുന്നത്. പക്ഷെ എന്നാലും വൈബ് ഇസ് സ്റ്റിൽ പീസ്ഫുൾ. ഫൈനലി ദി മച്ച് അവൈറ്റഡ് നമ്മുടെ സീതാർകുണ്ട് ക്ലിഫ് വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ. ഡാം, ഒരിക്കലെങ്കിലും എല്ലാവരും ഇവിടെ വരണം കേട്ടോ. നമ്മുടെ ഫേമസ് നെല്ലിമരം. ഈ നെല്ലിയാമ്പതിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എങ്കിലും ഈ നെല്ലിമരത്തിന്റെ ആയിരിക്കും കേട്ടോ. അതുപോലെ ദ നെയിം നെല്ലിയാമ്പതി ഈസ് സെഡ് ടു കം ഫ്രം ദീസ് നെല്ലിമരം. ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഓൾ ഇൻ വി ആർ ഹെഡിങ് ബാക്ക്. കാലിരുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് എന്നെ എന്തോ കടിച്ചു പോലെ തോന്നി മുട്ടിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ വെറുതെ ചൊറിഞ്ഞു നോക്കിയപ്പോൾ എന്തൊരു സാധനം തടഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അട്ട കടി കിട്ടിയെന്ന്. ജസ്റ്റ് കടിച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോഴും ചെറുതായിരിക്കുക. കഴുത ഇരുന്ന് ചോര കുടിക്കുന്ന കാണുന്നില്ലേ? ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു എൻ്റെ മേത്ത്. അത് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ മഴ ആയതുകൊണ്ട് നമ്മുടെ ഈ ഏരിയയിലൊക്കെ കുറച്ച് അത്യാവശ്യം അങ്ങനെ ഒരുപാടൊന്നുമില്ല, അട്ട ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സാനിറ്റൈസർ കയ്യിൽ വെച്ചാൽ മതി, ഇറ്റ് വിൽ ബി ഹാൻഡി. ഇനി അഥവാ സാനിറ്റൈസർ ഇല്ലെങ്കിൽ ഉപ്പെങ്കിലും കരുതാട്ടോ. Then on the way back we took a turn to Vanya Resort. ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെയുള്ള ചേച്ചിനോട് ചോദിച്ചപ്പോൾ കയറിക്കോന്ന് പറഞ്ഞു.
അവിടെ പിന്നെ സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിയിലൊക്കെ, അന്യർക്ക് പ്രവേശനമില്ലാന്ന്. പക്ഷെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. ഇവിടെയും ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ, മെയിനായിട്ട് അത് തന്നെയാണ് ഇവിടെയും. ബട്ട് ആ ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി കാരണം ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. നേരെ പോയാൽ റിസോർട്ട് എത്തും. നമ്മൾ സ്റ്റേ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഓൺലി ഡ്രൈവിങ്. കണ്ടില്ലേ, ഈ ഡ്രൈവിംഗ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഗീത പറഞ്ഞു, ഈ നെല്ലിയാമ്പതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് പോയാലും കാണാൻ ഒരു രക്ഷയില്ല. സോ ദാറ്റ് ബ്രിങ് us to the end of our little trip. അങ്ങനെ ഹെയർ പിൻ ബെൻസും മിസ്റ്റി ഹിൽ ടോപ്സും ടീ എസ്റ്റേറ്റും കിഡിലൻ വ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ഇറ്റ്സ് ബീൻ എ ക്വൈറ്റ് റിഫ്രഷിംഗ് റൈഡ്. ദിസ് പ്ലേസ് ഇസ് വർത്ത് എ വിസിറ്റ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് മീ ഓൺ ദിസ് ട്രിപ്പ്. ഇഫ് യു ലൈക്ഡ് ഇറ്റ്, ഡു ഡ്രോപ്പ് എ കമന്റ്. Until next time, bye all. Take care. Signing off, Arya.